أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه دولة الأشباح قد حضرت فامدد يمينك كي تحظى بها شفتي. ബഹുമാനാദരവുകൾ നിറഞ്ഞ സെയ്ദ് അബ്ദുൽ ഹഖ് ശിഹാബ് തങ്ങൾ അവറുകളെ, മഹത്തായ മജ്‌ലിസുൻ നഅ്മ കൂട്ടായ്മയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പരതക്കാട് മുഹീദ്ദീൻ കുട്ടി ബാപ്പു ഉസ്താദ്, ബഹുമാനപ്പെട്ട ബഷീർ ഫൈദി ചെമ്പുലങ്ങാട്, ഈ സദസ്സിൽ ഇനിയും ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അതേ രൂപത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു തആല നമ്മുടെ ഈ കൂടൽ ഒരു സാലിഹ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ മജീദ് ഫൈസിയുടെ വീട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ കൂടാനുള്ള കാരണം, ഇവിടെ നമ്മൾ മൗലിദ് പാരായണം ചെയ്യാനൊക്കെ ഉള്ള കാരണം, അടുത്ത ദിവസം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാനാണ്. ഇവിടെ നടക്കുന്ന സകല നല്ല ചടങ്ങുകളുടെയും നന്മകളുടെയും ഒക്കെ മിസ്ലു സവാബിനെ അലവിയാക്കാന്റെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ ദർജകൾ ഉയർത്തി അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്ത് പരലോക വിജയികളിൽ അദ്ദേഹത്തെയും നമ്മിൽ നിന്ന് മരിച്ച മറ്റുള്ള എല്ലാവരെയും സാധുക്കളായ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. കാരണം നമ്മുടെ സഹോദരങ്ങളും മുഅ്മിനീങ്ങളും ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് സുൽത്താനുൽ ആരിഫീൻ ശൈഖ് സയ്യിദ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഇവിടെ വെച്ച് ചെറിയ രൂപത്തിലൊന്ന് അനുസ്മരിച്ച് അതിന്റെ സവാബ് കൂടി നമ്മിൽ നിന്ന് മരിച്ചവരുടെ പേരിൽ ഹദിയ ചെയ്ത് ദുആ ചെയ്ത് പിരിയാനാണ് നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. വലിയൊരു പ്രഭാഷണത്തിന് ഒരുങ്ങുകയല്ല. കൂട്ടത്തിൽ നമ്മുടെ ഈ സദസ്സിന് ഇരട്ടി മധുരം നൽകുന്ന മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗണ്ട് സിസ്റ്റം, ഇത് UAE-യിലുള്ള അബുദാബിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി, നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടി, നമുക്ക് എങ്ങോട്ട് പോവുകയാണെങ്കിലും കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ രൂപത്തിലുള്ള അത്യാവശ്യം വിലപിടിപ്പുള്ള നല്ലൊരു സെറ്റ് നമുക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അതിന് കാര്യമായിട്ട് മുന്നിട്ടിറങ്ങിയതും സാമ്പത്തിക ചെലവൊക്കെ വഹിച്ചതും നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻ കൂടിയായ ഉമർ ദാരിമി വെളിയങ്കോട് അവറുകളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും അതിവിടെ എത്തിക്കാൻ സഹായിച്ച നമ്മുടെ അബ്ദുൽ അസീസ് ഫൈസി ചെമ്മാണിയോട് അദ്ദേഹത്തിനൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ജോലികളിൽ ഏർപ്പാടിലൊക്കെ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അതിന്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആയിലൂടെ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം നമ്മുടെ കൂട്ടായ്മയിൽ ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ കുറിച്ചുള്ള അനുസ്മരണം നടന്നു. ദിഫാഇ ഷെയ്ഖ് എന്ന് മാത്രമല്ല, ഓരോ മാസങ്ങളിലും വഫാത്തായ മഹാന്മാരായ ഔലിയാഹിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ, സമൂഹം അവരിൽ നിന്നൊക്കെ അകന്നുകൊണ്ടിരിക്കുന്നു, അത്തരക്കാരെ കുറിച്ചുള്ള പരിചയം പൊതുസമൂഹത്തിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മഹാരഥന്മാരായ പുണ്യപുരുഷന്മാരെ കുറിച്ച് ചെറിയ രൂപത്തിലുള്ള ഒരു പരിചയപ്പെടുത്തൽ പൊതുവെ നമ്മൾ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ കുറിച്ച് നമ്മൾ അനുസ്മരിച്ചു, ദുആകളും ചടങ്ങുകളൊക്കെ നടത്തി. ഈ മാസം 12-നാണ് ഷെയ്ഖ് റിഫായി തങ്ങളുടെ ആണ്ടെങ്കിലും അതിന് മുമ്പ് ഇന്ന് 9 അദ്ദേഹത്തെ അനുസ്മരിക്കാനുള്ള ഒരു അവസരം നമ്മൾ പരമാവധി ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. ചെറിയ രൂപത്തിൽ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ എത്ര പറഞ്ഞാലും, നേരത്തെ സയ്യിദ് അവറുകൾ പറഞ്ഞതുപോലെ, കടലിലെ വെള്ളം മുക്കി ഒഴിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് ഒരു നടക്കാത്ത ഒരു ദിവാസ്വപ്നമാണല്ലോ. അതേ രൂപത്തിൽ തന്നെയാണ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കളിൽ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ട ഒരു മഹാനാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളെ പറ്റി പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആവേശം, വല്ലാത്ത ഒരു ഉന്മേഷമാണ്. മറ്റുള്ളവർക്ക് ആ ബഹുമാനോ ആദരവും ഇല്ല എന്നല്ല, ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണല്ലോ. ഷെയ്ഖ് റിഫാഇ തങ്ങളെ കുറിച്ച് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും അനുസ്മരിക്കുമ്പോഴൊക്കെ വല്ലാത്ത ഒരു സന്തോഷവും ഒരു ആവേശവും.
അല്ലാഹു തആല അവിടുത്തെ ഫضل കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ. ആമീൻ. കാരണം അതിന് മാത്രം ദറജയുള്ള മഹാനാണ് അഹ്മദുൽ കബീർ തങ്ങൾ. അവിടുത്തെ ജീവിതവും സാധുക്കളെ അവിടുന്ന് സ്നേഹിച്ചതും അശരണരായ ആളുകൾക്ക് സഹായകമായി വർത്തിച്ചതൊക്കെ പരിശോധിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മുടെ കണ്ണ് നിറഞ്ഞു. അഹ്മദുൽ കബീർ തങ്ങൾ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട പേരക്കുട്ടിയാണ്. ഉമ്മ വഴി അദ്ദേഹം ഹുസൈനിയാണ്. മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചെന്നെത്തുന്ന പരമ്പരയാണ്. ബഹുമാനപ്പെട്ടവര് ഇറാഖിലെ ഉമ്മു അബീദ എന്ന് പറയുന്ന പ്രദേശത്തിലാണ് അദ്ദേഹം വഫാത്തായി മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാമഹനായ യഹ്യ എന്നവരുടെ മക്ബറ അവിടെ നേരത്തെ ഉണ്ട്. ആ മക്ബറയുടെ ഉള്ളിലാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഹാനവറുകൾ ജനിക്കുന്നത് ഹിജറ 512 ഹിജറ 512 എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഔലിയ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹയാത്തിലുള്ള കാലം. കാരണം ഗൗസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ ഹിജറ 460 ജനിക്കുന്നത്. 470 ജനിക്കുന്നത്. അഹ്മദുൽ കബീർ റിഫായി 512. അതായത് ഗൗസുൽ ആലം തങ്ങൾ വഫാത്താവുന്ന സമയത്ത് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ഏകദേശം ഒരു 40 വയസ്സുണ്ടാവും. റിഫായി ശൈഖ് തങ്ങള് ഹിജറ 578 വഫാത്താവും. 578. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഹിജറ 561 വഫാത്തായി. ഹിജറ 561 മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വഫാത്താവുമ്പോൾ അഹ്മദുൽ കബീർ തങ്ങൾക്ക് ഏകദേശം 40ഓളം വയസ്സ്. രണ്ടാളും ഒരുമിച്ച് ഒരുപാട് സദസ്സുകളിൽ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കൂടെ വളരെ ആദരവോടുകൂടി രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കും. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ റിഫായി ശൈഖ് വല്ലാതെ ബഹുമാനിക്കും. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കാലിന്റെ താഴെ തല താഴ്ത്തി വെച്ചു കൊടുത്ത് ഇവിടങ്ങൾ കാല് വെക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാ അഹ്മദുൽ കബീർ റിഫായി. അത്ര വലിയ ബഹുമാനായിരുന്നു. അതോടുകൂടി ഇവിടെ ബഗ്ദാദിൽ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ വല്ലാതെ മദ്ഹ് പറയും. നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ അവിടെ ബത്താഇഹില് അവിടെ ഉമ്മ അബീദയിലുണ്ട് ഒരാള് അഹ്മദുൽ കബീർ, അവിടെ പോകണം, അദ്ദേഹത്തെ നിങ്ങൾ കൈപിടിക്കണം, അദ്ദേഹത്തെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ റിഫായി ശൈഖ് തങ്ങളെ പറ്റി പറയലുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നില്ലാത്ത ആദരവും ബഹുമാനവും. മാത്രമല്ല ലോകത്തറിയപ്പെട്ട 4 കുത്തുബുകൾ അൽ-അഖ്താബുൽ അർബഅ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ്, അഹ്മദുൽ ബദവി, ഇബ്രാഹിം ദസൂഖി, ഇങ്ങനെ 4 കുത്തുബുകളാണ്. കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്യുതണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തആല ഇയാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഈ പുതിയ ചിന്താഗതിക്കാർക്കും പുതിയ തലമുറക്കും ന്യൂ ജനറേഷനൊന്നും ഇതിന്റെ പിന്നിലുള്ള ഗുഡൻസ് ഒന്നും തിരിയില്ല. എന്നിട്ട് എന്തെങ്കിലുമൊക്കെയാണ് വിശ്വസിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞു കൊടുക്കും. ശരിക്കും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ, വന്നാസിഅതി ഗർഖൻ വന്നാശിതാതി നശ്തൻ വസാബിഹാതി സബഹൻ വസാബിഖാതി സബഖൻ ഫൽമുദബ്ബിറാതി അംറൻ. എന്താണ് അതിന്റെ അർത്ഥം? ഫൽമുദബ്ബിറാതി, ഫൽമുദബ്ബിരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹിനെ പറ്റി ഏകവചനമായി പറഞ്ഞാൽ അള്ളാഹു ആണ് നിയന്ത്രിക്കുന്നവൻ എന്ന് ചിലപ്പോൾ ആർക്കെങ്കിലൊക്കെ വ്യാഖ്യാനിക്കാം. ഫൽമുദബ്ബിറാതി എന്ന് പറഞ്ഞാൽ ബഹുവചനം. നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. അംറൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ. സത്യത്തിൽ ലോക നിയന്താവ് അള്ളാഹുവാണ്. അള്ളാഹുവാണ്, അതിന് യാതൊരു സംശയമില്ല. അള്ളാഹുവിന്റെ കയ്യിലാണ് ഖുദ്റത്ത്, അവന്റെ കയ്യിലാണ് ഇൽമ്, അവന്റെ പക്കലാണ് കാര്യം. ആകാശഭൂമികളും അണ്ടകടാഹങ്ങളും പ്രപഞ്ചമഖിലവും അവന്റെ സൃഷ്ടിയാണ്. അവൻ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മാലിക്കുൽ മുലൂക്കാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിന് കഴിയുന്നതും അവൻ ചെയ്യുന്നതുമായ കാര്യം തന്നെ അള്ളാഹു അവന്റെ അടിമകളെ ചിലപ്പോൾ ഏൽപ്പിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ മലായികത്തിന് പടക്കേണ്ട ആവശ്യമില്ലല്ലോ. മലക്കുകളിൽ തന്നെ 4 പേർക്ക് വലിയ പ്രത്യേകതയുമുണ്ട്. ആ 4 പേർക്കും അല്ലാഹു തആല ലോകത്തിന്റെ തദ്ബീറുകളെ, നിയന്ത്രണങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കുകളാണ് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ അലൈഹിസ്സലാം. ആ 4 മലക്കുകൾക്ക് അല്ലാഹു നിയന്ത്രണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ അല്ലാഹു തആല ആത്മീയമായ നിയന്ത്രണം ഏൽപ്പിച്ച 4 ആളുകളാണ് 4 കുത്തുബുകൾ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു തആല, ഇബ്നുൽ അറബി എന്ന് കേട്ടാൽ കേൾക്കാത്ത ആളുകൾ ആത്മീയ മേഖലയിൽ ഉണ്ടാവില്ല. ഇബ്നു അറബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 4 കുത്തുബുകൾ എന്ന് പറഞ്ഞാൽ അവർ 4 മലക്കുകളെ മാതിരിയാണ്. ഇബ്നു അറബി തങ്ങളെ വാക്കാണ്. 4 കുത്തുബുകളിൽപ്പെട്ട ഓരോ കുത്തുബുകളും 4 മലക്കുകളുടെ സ്വഭാവം ഉണ്ടാവും. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ, ഇസ്രാഫീൽ, 4 തരം ഉത്തരവാദിത്തമാണ് ഭൂമിയുടെ നിയന്ത്രണത്തിൽ. ഈ 4 തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും അള്ളാഹു ആത്മീയമായി ഏൽപ്പിക്കുന്നവരായിരിക്കും ഓരോ കുത്തുബുകളും. തഫ്സീർ റാസിയിൽ തന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം,
കാര്യം നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞ 4 മലക്കുകളാണ് പ്രബലമായിട്ടും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വിശദീകരിച്ചതിന് അവസാനത്തിൽ ഇമാം റാസി പറയുന്നുണ്ട്, വലാ യബ്ഉദു എന്ന ഇബാറത്തുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നത് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അള്ളാഹു തആലക്ക് വേണ്ടി പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി കഴിഞ്ഞുകൂടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടന്മാരായ ആളുകൾക്ക് അള്ളാഹു തആല പ്രപഞ്ചത്തിന്റെ നിയന്ത്രണങ്ങളെ ഏൽപ്പിക്കുന്നതിൽ ഒരു വൈദൂര്യമില്ല, അതിലൊരു പ്രശ്നമില്ല. കാരണം അവർ അള്ളാഹുവിന് വിലയം പ്രാപിച്ചു. അള്ളാഹുവിലെ ജമ്മുഫർത്തിനൊക്കെ മക്കാമിൽ അവർ എത്തിയത് കൊണ്ട് അവരെ അള്ളാഹു തആല നിയന്ത്രണം ഏൽപ്പിക്കുന്നതിൽ ഒരു അസാംഗത്യവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തഫ്സീറിൽ എഴുതുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉയർന്ന പദവിയിൽപ്പെട്ട 4 കുത്തുബുകളിൽ നിന്ന് ഉന്നത സ്ഥാനക്കാരനാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഇറാഖിലെ ഉമ്മു അബീദയിലാണ് അവിടുത്തെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. ഹിജ്റ 512 ജനനം. വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ടാവും. ഞാൻ വിശദമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനിപ്പോ തൽക്കാലം ഒരുങ്ങണില്ല. നല്ല ഒരു കുടുംബത്തിൽ ജനിച്ചു. 7 വയസ്സായപ്പോ വിശുദ്ധ ഖുർആൻ 30 ജുസുകൾ മനപ്പാടാക്കി. ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് വിട പറയുന്നത്. പിതാവ് വഫാത്തായപ്പോ ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം തന്റെ മാതുലൻ, അതായത് ഉമ്മയുടെ ആങ്ങള അമ്മാവൻ എന്ന് പറയുന്ന മൻസൂറുൽ ബത്താഇഹി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ വലിയൊരു ആത്മീയ വലിയ സൂഫി വര്യൻ മൻസൂറുൽ ബത്താഇഹി, അദ്ദേഹമാണ് കുട്ടിയുടെ ഉത്തരവാദിത്തം. മൻസൂറുൽ ബത്താഇഹി എന്ത് ചെയ്തു? കുട്ടിയെ കൊണ്ടുപോയിട്ട് അലിയുൽ വാസിത്തി എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ തികഞ്ഞ ഒരു പണ്ഡിതൻ, വലിയ അലിയുൽ വാസിത്തി, മഹാനായ അലിയുൽ വാസിത്തി എന്നവരുടെ ദർസിൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ ചേർത്തു. 7 വയസ്സിൽ ഖുർആൻ ഹാഫിളായ കുട്ടിയാണ്. അവിടെ കൊണ്ടുപോയി ചേർത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിന്റെ ഫുൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവനെ നല്ലൊരു ആലിമാക്കി തരണം എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ അദ്ദേഹം ഏറ്റെടുത്തു. അങ്ങനെ 20 വയസ്സ് വരെ ബഹുമാനപ്പെട്ട അലിയുൽ വാസിത്തിയുടെ അരികിൽ കുട്ടി പഠിച്ചു. എല്ലാം ഖുർആനും തഫ്സീറും ഫിഖ്ഹും ഹദീസും എല്ലാ ഫന്നുകളും സ്വായത്തമാക്കി. ശാഫിഈ മദ്ഹബുകാരനാണ് നമ്മുടെ അഹ്മദുൽ കബീർ റിഫായി എന്ന് മനസ്സിലാക്കണം. ഷാഫി അവരൊക്കെ മദ്ഹബ് അംഗീകരിച്ചവരാ. ഇപ്പൊ 4 അക്ഷരം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഈ മദ്ഹബ് വേണ്ട, ഇമാമിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജൽപ്പനം നടത്തി തുള്ളി നടക്കുന്ന അന്തല്ലാത്ത ആൾക്കാർ വല്ലാത്ത അത്ഭുതം തന്നെയാണ്. വലിയ വലിയ മക്കാമിലെത്തിയവരൊക്കെ മദ്ഹബ് സ്വീകരിച്ചോരാ. ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കണ ഇമാം ബുഖാരി തങ്ങൾ ഷാഫി മദ്ഹബുകാരനാണ്. അതാണ് രസം. ഷാഫി മദ്ഹബുകാരനായ ബുഖാരിയുടെ ബുഖാരി എന്ന കിതാബ് എല്ലാവരും അംഗീകരിക്കുന്നു. അല്ല, ഈ ബുഖാരി ഇമാമിന്റെ ബുഖാരി എന്ന കിതാബ് അംഗീകരിക്കുന്നു. പക്ഷെ ആ ഇമാം ബുഖാരി അംഗീകരിക്കുന്ന മദ്ഹബ് അംഗീകരിക്കാൻ ആളുകൾ തയ്യാറല്ല. ഇതാണ് വൈരുദ്ധ്യം. ഏതോ ആവട്ടെ, അഹ്മദുൽ കബീർ തങ്ങൾ ഷാഫിയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഷാഫി ആയിരുന്നല്ലോ. അടിസ്ഥാനപരമായിട്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഷാഫി മദ്ഹബുകാരൻ. അവർക്കൊക്കെ ഇജ്തിഹാദിന്റെ കഴിവുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു ഷാഫി മദ്ഹബ ഹംബലി മദ്ഹബിലേക്ക് മാറിയിട്ടുണ്ട്. ശരിയാണ്. അതിനെന്താ കാരണം? അത് ഷാഫി മദ്ഹബിനോട് പിണങ്ങിയിട്ടല്ല, അതിന് പ്രത്യേക ഒരു കാരണം ഉണ്ടായി. ആ സംഭവമാണ് ഞാൻ ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട അഹ്മദ് സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് വിശുദ്ധ ഹറമിൽ കഅബാലയത്തിന്റെ അരികിലേക്ക് പോയപ്പോ, ഞാനന്ന് തങ്ങളെ വിട്ടുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. കഅബാലയത്തിന്റെ അരികിൽ ചെന്നപ്പോ അന്ന് കഅബയുടെ 4 ഭാഗത്ത് 4 മുസല്ലകൾ ഉണ്ടാവും. ഓരോ ഭാഗത്തും ഓരോ മുസല്ല, അത് ഓരോ മദ്ഹബിന്റെ ഇമാമിയങ്ങളാണ് ഇമാമത്തിക്ക. ഇവിടെ ഷാഫി മദ്ഹബിൽ ഇമാമും, അങ്ങനെ 4 മദ്ഹബിൽ. ഷാഫി മദ്ഹബിന്റെ ആ മുസല്ലയിൽ ഇമാമ് നിൽക്കുമ്പോൾ ബാക്കിൽ നിറച്ച ആൾക്കാരുണ്ടാവും. കാരണം ഷാഫി അനുയായികൾ ഇഷ്ടം പോലെയാണ് ലോകത്ത്. ഹംബലി മദ്ഹബിന്റെ ഇമാമ് അവിടെ ഇമാമ് നിൽക്കുമ്പോ ബാക്കിൽ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവും. ആ സമയത്താണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ കടന്നു വരുന്നത്. കടന്നു വന്നപ്പോ ഹംബലി ഇമാമ് എന്ന് പറഞ്ഞാൽ അഹ്മദുൽ ഇബ്നു ഹംബൽ അല്ല, ഹംബലി മദ്ഹബിന്റെ അവിടെ ഇമാമ് നിൽക്കണ ചുമതലയുള്ള ഇമാമ് ചിന്തിച്ചു, പഠിച്ചോനെ, അല്ലെങ്കിൽ തന്നെ ഷാഫി മുസല്ലന്റെ പിക്കിൽ നിറച്ച ആൾക്കാരാ. വരുണ ഗൗസുൽ ആദം തങ്ങളും ഷാഫി മദ്ഹബുകാരനാണ്. നീ മൂപ്പരും കൂടി ആ മുസല്ലയിൽ പോയി നിന്നാല് എന്തായാലും അവിടെ കുറച്ചുകൂടി ആൾക്കാർ കൂടെ ചെയ്യുള്ളൂ. നമ്മളെ മദ്ഹബിന്റെ പിന്നിൽ ഇവിടെ കുറച്ച് ആൾക്കാർ ഉള്ളല്ലോ എന്നുള്ള ഒരു വേദന അദ്ദേഹത്തിന് മനസ്സിൽ വന്നു. ഔലിയാക്കൾ മുഴുവനും മനസ്സ് തകർന്ന ആളുകളുടെ കൂടെ ഉണ്ടാവുക, പാവപ്പെട്ടവരുടെ കൂടെയാണ് ഉണ്ടാവുക. നേരെ ഗൗസുൽ ആദം ഇങ്ങനെ കടന്നു വന്നു. എല്ലാവരും വലിയ പ്രതീക്ഷയിൽ കാത്തുകയാണ്. ഇവിടെ വന്നു നിൽക്കും. മൂപ്പര് നേരെ പോയിട്ട് ഹംബലി മദ്ഹബിന്റെ മുസല്ലയിൽ പോയി നിന്നു. അത് കണ്ടപ്പോൾ ആൾക്കാർക്കൊക്കെ വലിയ താല്പര്യമായി. അങ്ങനെ ഹംബലി മദ്ഹബിലും ഒരുപാട് ആളുകൾ നിറഞ്ഞു. അതാണ് അശ്ശാഫിഈയ ഫസിറത്തുൽ ഹംബലിയ എന്ന് പറയാൻ കാരണം. അല്ലാതെ ഷാഫി മദ്ഹബിനോട് പിണങ്ങിയിട്ട് പോയതല്ല മൂപ്പര്. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹംബലി മുസല്ലയിൽ പോയി നിന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഷാഫി മദ്ഹബുകാരൻ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖും. അതേ മദ്ഹബുകാരനാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളും. ആ മദ്ഹബിൽ വളർന്നു. 20 വയസ്സ് വരെ അലിയുൽ വാസിത്തിന്റെ കൂടെ ഇൽമു പഠിച്ചു. 20 വയസ്സായപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ,
ഇജ് എല്ലാ വിഷയത്തിലും അവഗാഹം നേടിക്കഴിഞ്ഞു, ഉന്നത പദവി, ഇനി നിനക്ക് ദീനിന്റെ ദഅവത്തിന്റെ മേഖലയിലേക്ക് തിരിക്കാം എന്ന് പറഞ്ഞിട്ട് സനത് കൊടുത്തു വിടണം. ഉസ്താദിന്റെ ഹദ്റത്ത് തന്നെ സനത്, കോളേജും പരിപാടിയൊന്നുമില്ല. അദ്ദേഹം കൊടുത്ത ആ ഡിഗ്രിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് അലിയുൽ വാസിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ശരീഅത്തിലും ത്വരീഖത്തിലും ഒരുപോലെ അവഗാഹം നേടിയ ഇമാമായിരുന്നു. വെറും ലാഹിർ ശരീഅത്ത് മാത്രമല്ല, ഉളൂറിയുടെ കാര്യം 4 മാത്രമല്ല പഠിച്ചിരുന്നത്. 2 തരത്തിൽ ഉളൂണ്ടെന്ന് പഠിപ്പിച്ച ആളാണ്. 2 തരത്തിൽ ഉളൂണ്ട്, 2 തരത്തിൽ മുറിയലുണ്ട്. അതാണ് ത്വരീഖത്തും ശരീഅത്തും. ബാഹ്യമായ ഉളൂണ്ട്, ആത്മാവിന്റെ ഉളൂണ്ട്. ഇത് രണ്ടും കിട്ടാത്ത കുഴപ്പമാണ് സമൂഹത്തിനുള്ള വലിയ പ്രശ്നം. ഏതായാലും അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് 2 തരത്തിലുള്ള വിദ്യാഭ്യാസവും കൊടുത്തു, അത് രണ്ടും പഠിച്ചു. അങ്ങനെ മഹാനായ അലിയുൽ വാസിത്തി തങ്ങള് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ഒരു ഓമന പേര്, ലഖബ് കൊടുത്തു, ഒരു സ്ഥാനപ്പേര്. അത് അബുൽ ആലമൈൻ എന്നായിരുന്നു. അഹ്മദുൽ കബീർ തങ്ങളെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ അബുൽ ആലമൈൻ എന്നാ പറയാം. നമ്മുടെ ഇവിടെ അത്ര അറിയാൻ നോക്കണ്ട. അബുൽ ആലമൈൻ എന്ന് പറഞ്ഞാൽ 2 അലമുകൾ. അലമു എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളും. ഒന്ന് പതാക എന്നാണ്, പർവ്വതം എന്നൊക്കെ അർത്ഥമുണ്ട്. 2 പതാകകളുടെ വാഹകൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലാഹിർ ശരീഅത്തിന്റെ ഇൽമിലും അദ്ദേഹം ഉന്നതനാണ്, ബാത്തിനുന്റെ കാര്യത്തിലും, അതായത് ആത്മീയ വിഷയത്തിൽ ആധ്യാത്മിക മേഖലയിലും ഉന്നതനാണ്. 2ലും മികച്ച ഒരു വിദ്യാർത്ഥി എന്ന സനത് ഒരു ഉസ്താദ് കൊടുത്തിട്ടാണ് വിടുക. അങ്ങനെ മഹാനവറുകള് ആത്മീയ മേഖലയിൽ തർബിയത്ത് തുടങ്ങണം മുതൽ മഹാനാമാരായ മശായിഖന്മാരിൽ നിന്ന്, കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മൻസൂറുൽ ബത്താഇഹി എന്ന് പറഞ്ഞ അമ്മോനെ, അദ്ദേഹം റിഫാഇയ്യ ത്വരീഖത്തിന്റെ ശൈഖാണ്. മഹാനവറുകളിൽ നിന്നും ഇജാസത്ത് വാങ്ങിയിട്ട് നമ്മുടെ സിൽസിലയിൽ തന്നെ പ്രിയപ്പെട്ട പിതാവ് ഹസൻ എന്നവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരിൽ നിന്നൊക്കെ ആ ആത്മീയ താവഴി സ്വീകരിച്ച് ആ മേഖലയിൽ ഉന്നത ദർജകളിലേക്ക് ഇറങ്ങി. റിഫാഇ ശൈഖ് തങ്ങളുടെ ത്വരീഖത്തിന് 2 അടിസ്ഥാനങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പടച്ചുറപ്പിനോടും റസൂലുള്ളാഹിനോടുള്ള എന്തെന്നില്ലാത്ത സ്നേഹം. അതാണ് ഒന്ന്. രണ്ടാമത്തത്, അശരണരായ, അബലരായ, നിരാലംബരായ, രോഗികളായ ആളുകളെ സേവിക്കുക, പാവപ്പെട്ട ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്യുക. ഇത് റിഫാഇ ത്വരീഖത്തിന്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനം. അത് പ്രഖ്യാപിക്കുകയല്ല, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹു. മൂപ്പരെ ശൈലി എന്താ പറയുക, മൂപ്പരെ ചെരുപ്പിന്റെ വാറ് കൂട്ടിയാൽ അത് പിന്നെ ചെരുപ്പൂത്തിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കൂല. താഴ്മ എന്ന് പറഞ്ഞാൽ റിഫാഴികൾക്ക് ഉണ്ടാകുന്ന അത്ര താഴ്മ ചിലപ്പോൾ വേറെ ആർക്കും ഉണ്ടാവില്ല. അത്ര വലിയ താഴ്മ. കാരണം അഹ്മദുൽ കബീർ റിഫാഴിയാണ് അതിന്റെ തലവൻ. മൂപ്പരത് ഉമ്മത്തിന് മുരീദന്മാർക്ക് ശരിക്കും കാണിച്ചു കൊടുക്കുകയാണ്. ശൈഖ് അവറുകൾ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ മൂപ്പരന്നെ അവിടെ കുത്തിറന്നിട്ട് സൂചി നൂലെടുത്ത് അത് തുന്നി ഉണ്ടാവും. വേറെ ഒരാളെ കൊണ്ട് തുന്നിക്കൂല. സുബ്ഹാനല്ലാഹ്. വസ്ത്രം സ്വന്തം തിരുമ്പും. ഏതെങ്കിലും ആളുകൾക്ക് ഭക്ഷണം ഇല്ല എന്ന് അറിഞ്ഞാല്, പട്ടിണി പാവങ്ങളാന്ന് അറിഞ്ഞ മഹാനവറുകള് പട്ടിണി മാറ്റി കൊടുക്കുന്നുണ്ട്, കൊണ്ടേ കൊടുക്കുക ചെയ്യാം. ഈ മജ്ദൂമീങ്ങൾ, അതായത് കുഷ്ഠരോഗം ബാധിച്ച ആൾക്കാരൊക്കെ എവിടെങ്കിലുമൊക്കെ കടത്തിണ്ണകളിലോ മറ്റൊക്കെ ആരും മൈൻഡ് ചെയ്യാതെ വേദന കടിച്ചിറക്കി വെള്ളവും ഭക്ഷണം കിട്ടാതെ ഉണ്ടെങ്കിലും മൂപ്പര് തെരഞ്ഞു പിടിക്കും. ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, ഭക്ഷണത്തിന് പൈസ കൊടുക്കല്ലേ, പൈസ കൊടുത്താൽ അവർ പിന്നെ ഭക്ഷണം വാങ്ങാൻ വേറെ പോണ്ടേ, അതിന് ഇവർക്ക് കഴിയൂലല്ലോ. അതിന് അദ്ദേഹം എന്ത് ചെയ്യും, ഭക്ഷണം തയ്യാർ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് പോലെ അടുത്തിരുന്നിട്ട് ശൈഖ് അവറുകൾ അവർക്ക് വാരി കൊടുക്കുകയും ചെയ്യും, മൂപ്പർ ഓലപ്പരുന്ന് തിന്നുകയും ചെയ്യും. നമ്മൾക്കൊന്നും കഴിയാത്ത കാര്യം. ഒരു രോഗിയെ ഒരാളെ അടുത്ത് അറപ്പ് തോന്നുന്നത് നമ്മുടെ ഈമാന്റെ കുറവാണ്. ശൈഖ് റിഫാഇ തങ്ങൾ കുഷ്ഠരോഗികളുടെ കൂടെ ഇരുന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും, അതേ സമയത്ത് അവരുടെ കൂടെ ഇരുന്നിട്ട് മൂപ്പര് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. പിന്നെ നാട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ കണ്ടുവെക്കും. എന്നിട്ട് മൂപ്പര് എന്താ ചെയ്യുക, അവർക്ക് കൊടുക്കാൻ മൂപ്പര് കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇല്ലാത്തതിന് അദ്ദേഹം ഉണ്ടാക്കും. തക്സീബുൽ മഅദൂമ എന്ന് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ മാതിരി ഉണ്ടാക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ കത്തിയും കോടാലിയും കയറൊക്കെ എടുത്തിട്ട് മൂപ്പര് ഈ മലകളിലേക്ക് കയറി പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വിറക് വെട്ടിയിട്ട് സ്വന്തം തലച്ചുമടയിൽ കൊണ്ടുവന്നിട്ട് അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ വിറകായിട്ട് ആവശ്യമുള്ളവർക്ക് വിറക് കൊടുക്കും. കത്തിക്കാൻ വിറക് ആവശ്യമുള്ള പാവങ്ങൾക്ക് വിറക് കൊടുക്കും. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ആ വിറക് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ നാണയത്തുട്ടുകൾക്ക് ധാന്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും വാങ്ങിയിട്ട് ആരാണത് നോക്കണം. ഇതൊരു അടിമയല്ല, ഇത് ഏതോ ഒരു അണ്ണാച്ചിനെ പറ്റിയല്ല പറയണത്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് ഉന്നത പദവിക്കാരനായ ശൈഖുനാ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹു. എന്നിട്ട് മൂപ്പര് കൊണ്ടേ കൊടുക്കുക. എന്താണോ വേണ്ട, ഒരു രോഗി എവിടെയെങ്കിലും ഉണ്ടായിരുന്ന മൂപ്പര് വണ്ടി എടുത്തിട്ട് ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടാണ് എത്തുക. എന്നാലും വേണ്ടില്ല, മൂപ്പര് അവിടെ ചെല്ലും. ആർക്കാണോ പ്രയാസം, അത് മനുഷ്യരെ കൊള്ളൊന്നുമില്ല, ജീവികൾക്ക് പോലും. ഒരു കുഷ്ഠം ബാധിച്ച നായയെ എല്ലാവരും ആട്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ റിഫാഇ ശൈഖിന്റെ മനസ്സിൽ വല്ലാത്ത വേദന. അതൊരു ജീവിയല്ലേ, സംഗതി തൊട്ടായി 7 വട്ടം കഴിയണമെന്നില്ലെങ്കിൽ അള്ളാഹ് പടച്ചൊരു പടപ്പല്ലേ.
അതുകൊണ്ട് അതിനുണ്ടാവില്ല വേദനയും പ്രയാസങ്ങളും വിശപ്പൊക്കെ. അദ്ദേഹം എല്ലാം അതിനെ മെരുക്കി കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഒരു പന്തല് കെട്ടിയിട്ട് ആരും കാണാത്തടത്ത് കൊണ്ടുപോയിട്ട് അതിനവിടെ കെട്ടിയിട്ടിട്ട് പച്ചമരുന്നുകൾ ശേഖരിച്ച് അതിനെ ശരീരത്തിലാക്കി കൊടുത്തിട്ട് അതിന് ഭക്ഷണം വെള്ളമൊക്കെ കൊടുത്തിട്ട് അതിന്റെ പുഴുക്കളൊക്കെ ശരീരത്തിൽ നിന്ന് പോയി അതിന് വ്രണങ്ങളൊക്കെ മാറി പൂർണ്ണ രൂപത്തിലായതിനു ശേഷം ആ നായനെ കഴിച്ചു വിട്ടിട്ട് ആ മൂപ്പർക്ക് സമാധാനമായി. ഇങ്ങനത്തെ വലിയ മക്കാമുള്ള മഹാനാണ്. നമ്മൾക്ക് ഒരുപാട് പഠിക്കണതില്ല. 10 റുപ്യ കയ്യിലുള്ള സമയത്ത് നമ്മളത് എങ്ങനെ നമ്മുടെ സ്വന്തമാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമുക്കത് എന്തുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഉയരാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന, തന്നിൽ നിന്ന് തന്നിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ സാഹചര്യത്തിൽ അള്ളാന്റെ ഔലിയാക്കളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പ്രത്യേകിച്ച് റിഫാഴി ശൈഖ് തങ്ങളിൽ അള്ളാഹു തആല അവരെ ബർക്കത്തോടെ നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അങ്ങനെ ആതുര സേവനം. ഈ അറാമിൽ, അതായത് ഈ വിധവകളായ സ്ത്രീകൾ ഉണ്ടാവും, അവരെ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല. വിധവകളായ സ്ത്രീകളും ചെറിയ എത്തികുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് എന്താ വേണ്ടത് അത് മൂപ്പര് കൊണ്ടുപോയി കൊടുക്കല. എന്നിട്ട് അവരത് തിന്നു, അവരത് ഉപയോഗിച്ചു ഉറപ്പുവരുത്തിയെങ്കിൽ മൂപ്പർക്ക് സമാധാനം കിട്ടും. അങ്ങനെ താഴ്മ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ താഴ്മ. മൂപ്പര് പറയലിന്റെ ശിഷ്യന്മാർക്ക് ഉപദേശമാണ്, ഏതെങ്കിലും മഹാന്മാര് വന്നാല് പിന്നെ നിങ്ങൾ പോലെ കൈ പിടിച്ച് മുത്താൻ മറക്കരുതേ. കൈയാണ് പോലെ നീട്ടി തരുന്നതെങ്കിൽ നിങ്ങൾ കൈ മുത്തരുത്, കാല് മുത്തണം എന്ന് പറഞ്ഞ ആളാണ് അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു. നിങ്ങൾ എന്റെ കൈ കുത്തിക്കൂടി എന്നല്ല, നിങ്ങൾ മഹാന്മാരെ കണ്ടാൽ അവരെ ആദരിക്കണേ, ബഹുമാനിക്കണേ എന്ന് പറയും. നിങ്ങൾ കുറെ ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ വലിയ ആളാകാൻ പോകരുത്. മൂപ്പര് പറയാം, അഹമ്മദുൽ കബീർ തങ്ങളുടെ പ്രധാനപ്പെട്ട ഉപദേശം, നിങ്ങൾ അതിന്റെ ബാക്കിൽ ഏറ്റവും ബാക്കിലാണ് ഏറ്റ് നിന്നാൽ മതി. എന്നിട്ട് മൂപ്പരേന് ഉദാഹരണം പറഞ്ഞെന്താ വെച്ചാല്, പിന്നെ തല്ല് കൊള്ളുമ്പോ ആദ്യം തലക്കാ തല്ലുള്ള. മൂപ്പരേൻ പറഞ്ഞ ഉദാഹരണം, തല്ലുള്ളുമ്പോ ആദ്യം തലമേ തല്ലുള്ള, കാലുമ്പോ അവസാനം തല്ലില്ല. അതുകൊണ്ട് മുന്നിൽ നിൽക്കണവർക്ക് ആ പ്രശ്നം ഉണ്ടാകുക. എല്ലാം അള്ളാന്റെ അടുത്തും ചോദ്യം ചെയ്യൽ അവരെ തന്നെയാണ്, പടപ്പുകൾ എടുത്ത് പോലെ തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് ബാക്കിൽ നിന്നാ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു ദിവസം ഷെയ്ഖുന, ഞങ്ങൾ അജ്മീർ പോകാൻ വേണ്ടി ഷെയ്ഖുന കന്യാല മൗലപ്പാന്റെ ഹദറത്തിലേക്ക് യാത്ര ചോദിക്കാൻ ചെന്നപ്പോ മൗല പറഞ്ഞു, അന്ന് ട്രെയിന് പിന്നെ പെട്ടെന്ന് പോയില്ലെങ്കിൽ ട്രെയിൻ കിട്ടൂല എന്ന് പറഞ്ഞതാ മൗല. എടാ പിന്നെ യാത്രക്കൊക്കെ കുറച്ച് നേരത്തെ പോണം വണ്ടിക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും, ചിലതിൽ പിന്നിൽ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മൗല പറഞ്ഞൊരു വാക്കാണ് തീറ്റക്ക് മുന്നിലും പടക്ക് പിന്നിലും എന്ന് പറഞ്ഞു. എന്നിട്ട് മൗല തന്നെ വിശദീകരിച്ചു. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പിന്നെ എല്ലാത്തിലും ബാക്കിൽ നിൽക്കാനല്ല പറഞ്ഞ ഉസ്താദ്. എന്നാൽ നമ്മൾ ബാക്ക് പോയി കാരണം ഉള്ള ഭക്ഷണം മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഭക്ഷണത്തിന് വരിക്കുമ്പോൾ മുന്നിൽ പോയി, പടക്ക് നിൽക്കുമ്പോ ബാക്ക് പോയിക്കണം. അതായത് തല്ലൂടാൻ നിൽക്കുമ്പോ മുന്നിൽ കരുതി, തല്ല് ആദ്യം നമുക്ക് കിട്ടുക. ബാക്കിൽ പോയിന്നെങ്കിൽ ചിലപ്പോ തല്ലെന്ന് കഴിച്ചിട്ടുണ്ടാവും. അപ്പോ പടക്ക് പിന്നിലും തീറ്റക്ക് മുന്നിലും. ശൈഖുന് ഒരു തമാശക്ക് ഉദാഹരണം പറഞ്ഞു തന്നാണ് എന്ന് പറഞ്ഞ മാതിരി അഹമ്മദ് റിഫായിതങ്ങൾ പറയലുണ്ടായിരുന്നു, പിന്നെ കുട്ടികളെ ഞങ്ങൾ ഒരു സൊഫിൽ അല്ലെങ്കിൽ ഒരു സദസ്സിൽ ഒരു ആൾക്കൂട്ടത്തിൽ ബാക്കിൽ നിങ്ങൾ പാവങ്ങളായി തിന്നാ മതി, കാരണം തലക്കാണ് തല്ലിട്ടുക എന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. അപ്പൊ എന്ന് വെച്ചാല് ആത്മീയമായിട്ട് ഉയരാനും താഴ്മയോടുകൂടി അള്ളാന്റെ മുന്നിൽ ഒരു ഫക്കീറായ ലഈഫായ അടിമയാണെന്ന് ചിന്തിച്ച് അഹങ്കാരം കൽവിൽ നിന്ന് പഠിച്ചറിയാൻ എന്തൊക്കെ വേണോ അത് മുഴുവനും അനുഭവത്തിലൂടെ കാണിച്ചു കൊടുത്ത നേതാവാണ് അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു. തർബിയത്തിന്റെ, ഖുതുബിയത്തിന്റെ, ഗൗസിയത്തിന്റെ ഉന്നതമായ മഖാമിലേക്ക് ഉയർന്ന് ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്, പറഞ്ഞാൽ തീരൂല. അത്ര വലിയ മനാഖിബുകളും ഫളാഹിലുകളും ഉള്ള ആളാണ് അഹമ്മദുൽ കബീർ തങ്ങൾ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു കറാമത്ത് നമ്മൾ അറിയുന്നതാണെങ്കിലും ബറക്കത്തിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ മറ്റുള്ള ഔലിയാക്കൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്തതെന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ വലിയൊരു മഹത്വം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ. ഹിജ്റ 555 വർഷത്തിൽ അദ്ദേഹം ഹജ്ജിന് പോയ സമയത്താണ്. ഹിജ്റ 578 വഫാത്തെങ്കിലും ഹിജ്റ 555 വർഷം അഹമ്മദുൽ കബീർ തങ്ങൾ ഒരുപാട് സംഘത്തിന് കൂടെ ഹജ്ജിന് പോയി. ഹജ്ജിന്റെ വേളയിൽ മദീനത്തിൽ സിയാറത്തിന് പോകണല്ലോ. കാരണം മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി എന്നല്ല, ഹജ്ജിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്തില്ലെങ്കിൽ എന്നോട് പിണക്കത്തിലാണെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കത്ത് പോകണമല്ലോ മദീനത്ത് പോകണം. ഈ കാലഘട്ടത്തിൽ അതൊക്കെ ആചാര്യ എന്നോട് വന്ന് പറഞ്ഞു, മദീനത്ത് പോകാൻ വിട്ടില്ല ഉസ്താദെ എന്നിട്ട് ഒരൊറ്റ കരച്ചിലായ പൊട്ടി കരഞ്ഞു. അയാളൊരു സാധുവായ ഒരു പഴയ സുന്നിയാണ്. അപ്പൊ എന്തേന്ന് വെച്ച് എന്നെ കൊണ്ടുപോയത് കുറച്ച് പുതിയ ചിന്താഗതിയുള്ള ആൾക്കാരെ. ഓരോ പറഞ്ഞു മദീനത്ത് പോയിട്ടൊന്നും വലിയ കാര്യമില്ല, മക്കത്തൊന്നും ഉംറ ചെയ്തില്ലെങ്കിൽ തിരിച്ചു പോയിക്കോട്ടെ. ഓരോ പൈസക്ക് കൊണ്ടുപോയത് ഇനിയിപ്പോ ഓരോ ഓവർടേക്ക് എനിക്ക് പറ്റൂല എന്ന് കരുതി മദീനത്ത് പോകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കരഞ്ഞരങ്ങപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മ. അതാണ് ഈ കാലഘട്ടത്തിലെ തൗഹീദും ഈമാനും. അള്ളാഹു നമ്മുടെ ഈമാൻ കാത്ത് രക്ഷിക്കട്ടെ. മദീന അല്ലാതെ മക്ക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്കനുഭവമുണ്ട്. ഞാനൊരു തവണ പോയ സമയത്ത് ഞാനും ഉസ്മാനൊന്നും കൂടെ, ഉസ്മാന്റെ ഉമ്മയും ഞാനും മാത്രമാണ് മദീന മുനവറയിൽ 8 ദിവസം താമസിച്ചത്. കൂടെയുള്ള ചില ആളുകൾ പറഞ്ഞു മദീനത്ത് ഞങ്ങൾ ഒരു ദിവസം നിൽക്കുള്ളൂ. എന്റെ കാരണം വെച്ചാൽ അവിടെ കൂലി കുറവാണ്. മക്ക
മക്കത്ത് ഭയങ്കര കൂലിയാണ്. എന്നിട്ട് ആ മക്കത്തെ കൂലി വാങ്ങണതോ റൂമിൽ കിടന്നുറങ്ങിയിട്ട്. പക്ഷെ ഞാനും ഈ സഹോദരനും ഉമ്മയും ഉമ്മക്ക് കുറച്ച് അസുഖം ഉണ്ട്, അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുപാട് കഞ്ഞി ഉണ്ടാക്കി തന്നെ ഉമ്മയാണ്, മറക്കാൻ കഴിയില്ല. അപ്പൊ അവരെ ഞങ്ങൾ 8 ദിവസം അവിടെ താമസിച്ചിട്ടാ വന്നത്. അപ്പൊ മദീനത്ത് കൂലി കുറവ്. ഈ കൂലി കുറവാന്ന് ഈ ആഖിർ സമാനിലെ 21-ാം നൂറ്റാണ്ടിലെ ആൾക്കാർക്ക് മനസ്സിലായത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയുള്ളവർക്ക് തിരിഞ്ഞില്ല. കാരണം മുത്തുനബി മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയപ്പോ സ്വഹാബികൾ ആരാ മക്കത്ത് നിന്നത്? അവര് ഈ ചിന്ത അവര് ചിന്തിച്ചിരുന്നെങ്കിൽ അവരെന്താ പറയണ്ടത്? മുഹമ്മദ് നബിയെ, നിങ്ങൾ പോയിക്കോളി മദീനത്തേക്ക്, തൽക്കാലം ഇവിടെയാണ് കൂലി കൂടുതൽ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നോളാം, നിങ്ങൾ മക്കത്ത് മദീനത്ത് പോയിക്കോളി എന്നല്ല പറയേണ്ടത്. പക്ഷെ മക്കത്ത് ആരെങ്കിലും നിന്നോ? അവസാനത്തെ വ്യക്തി പോലും പോയില്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തേക്ക്. എന്നിട്ട് ആ മദീനയിലെ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ കഴിഞ്ഞുകൂടാനല്ലേ അവർ പൂതി വെച്ചത്? അവിടുന്ന് അവർ മറ്റു നാടുകളിലേക്ക് പോയത് റസൂലുള്ള നിർബന്ധിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ അവർ പോവോ? ആ ഹദറത്തും ആ സാന്നിധ്യവും അതാണല്ലോ ഏറ്റവും വലിയ സാമീപ്യം. മദീനത്തുള്ളത് സ്വർഗ. അവിടെ കൂലിക്ക് 1000, 1 ലക്ഷം, 10 ലക്ഷം കൂലി കണക്കാക്കാൻ പറ്റില്ല. 1000 കൂലി എന്ന് പറഞ്ഞാൽ മദീനത്തെ മറ്റേ പള്ളിന്റെ ഭാഗം. ബഹുമാനപ്പെട്ട ഇബ്നു ഹാജിൽ മാലിക്കി എന്ന മദ്ഖൽ എന്ന് പറഞ്ഞ കിതാബിന്റെ മുസന്നിഫുണ്ട്. അദ്ദേഹം എഴുതി വെച്ചെന്ന് പറയുന്നത്, അദ്ദേഹം എഴുതി വെച്ചത് മദീനക്ക് സ്ഥാനം വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദമിന്റെ വർക്കത്തോണ്ടാണ്. മദീനക്ക് 3 സ്ഥാനമാണ്. ഒന്ന്, തുറാബുഹാ ശിഫാഉൻ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ മണ്ണ് രോഗശമനമാണ്. മദീനയിലെ മണ്ണ് ശിഫയാണ്. ഈ മദീന പണ്ട് കാലത്ത് മലമ്പനിയുടെ നാടായിരുന്നു. അവിടെ ശിഫയൊന്നുമില്ലായിരുന്നു. ഹബീബായ നബി തങ്ങൾ വല്ലപ്പോഴും അതിന്റെ മണ്ണിലൂടെ നടന്നപ്പോൾ ആ കാല് തട്ടിയതുകൊണ്ട് ആ മണ്ണ് ശിഫയായി. ഇനി അതിന്റെ 2ാം ദർജ കേട്ടോളി. മദീന പള്ളിയെ പറ്റി പറഞ്ഞു, പള്ളിയിൽ പൊതുവായ ഭാഗങ്ങളെ പറ്റി പറഞ്ഞു. അതിലെ നിസ്കാരത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമാണ്. അതെന്തേ? മണ്ണിലൂടെ ഇടയ്ക്കിടയ്ക്ക് നടന്നിട്ടുള്ളൂ, പള്ളിയിലൂടെ കുറച്ച് അധികം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പള്ളിക്ക് 1000 റക്അത്തിന്റെ കൂലി കിട്ടും. ഇനി 3ാം ദർജ കേട്ടോളി. പള്ളിയിൽ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് അവിടുത്തെ ആയിഷ ബീവിയുടെ വീടായ പച്ചക്കുപ്പ നിൽക്കുന്ന സ്ഥലത്തിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. അവിടെ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തവണ പോയി മടങ്ങിയത് കൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ മുത്തുനബിയുടെ പാദസ്പർശനം ഏറ്റതുകൊണ്ട് മാ ബൈന ഖബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗ്ഗമായി മാറി. അതാണ് സുന്നത്ത് ജമാഅത്ത്. മദീന മൊത്തത്തിൽ ശിഫയാണ്. മദീനയിലെ പള്ളി 1000 റക്അത്താണ്. ആ റൗള കൂലി കണക്കാക്കാൻ പറ്റില്ല. 1 ലക്ഷം, 10 ലക്ഷം, 10 കോടിയൊന്നുമില്ല, അത് സ്വർഗമാണ്. അതാണ് മദീന. അത് അവിടുത്തെ കാല് തട്ടിയോണ്ടാണ് ആ ബർക്കത്ത്. ഇത് മനസ്സിലാക്കുന്നവരാണ് മഹാന്മാര്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അതുകൊണ്ട് തന്നെ മദീനത്ത് പോയി. ആ കാലഘട്ടത്തെ ഹിജ്റ 555-ാം വർഷത്തിൽ 90,000 ആളുകളാണ് ഹജ്ജിന് പങ്കെടുത്തത്. 90,000 ആളുകൾ ചരിത്രത്തിൽ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടത്. അങ്ങനെ അത്രയും ആളുകൾ അന്ന് മദീനയിലും ഉണ്ട്. ആ സമയത്ത് അഹ്മദുൽ കബീർ തങ്ങൾ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്നു. വളരെ ഉത്കടമായ ഉത്സാഹത്തോടെ ആവേശത്തോടെ അസ്സലാമു അലൈക്കും യാ ജദ്ദി എന്ന് പറഞ്ഞു. മദീന റൗളയുടെ ഉള്ളിൽ നിന്ന് വഅലൈക്കുമുസ്സലാം യാ വലദി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വതസിദ്ധമായ ശബ്ദത്തിലുള്ള മറുപടി കൂടിന്നവരൊക്കെ കേട്ടു. ഇതിൽ വലിയ രസം എന്താ വെച്ചാൽ അന്ന് അവിടെ കുറെ ആലിമീങ്ങൾ, പടുകൂറ്റൻ, അന്നൊക്കെ പറഞ്ഞ ഇൽമിന്റെ കേന്ദ്രങ്ങളാണല്ലോ. അങ്ങനത്തെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ സദസ്സിൽ. ഓൽക്കൊന്നും അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കൈ പിടിച്ചിട്ട് ത്വരീഖത്ത് വാങ്ങാനോ അമല് വാങ്ങാനോ ഒന്നും തൗഫീഖ് കിട്ടിയിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഈ സംഭവം അതിന് കാരണമായി എന്നാ ചരിത്രം പറയാം. ഈ നിൽക്കുന്ന ആൾ ആരാണ്? ആ കൂടി നിന്ന ആലിമീങ്ങൾക്കാ മനസ്സിലായത്. പണ്ഡിതന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അഹ്മദുൽ കബീർ തങ്ങൾ കയറി ചെന്ന് അസ്സലാമു അലൈക്കും യാ ജദ്ദി എന്ന് പറഞ്ഞപ്പോൾ അലൈക്കും സലാം യാ വലദി, അതിനുള്ളിൽ നിന്ന് മറുപടി കേട്ടു. അങ്ങനെയൊക്കെ കേൾക്കുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നിഫാഖ്. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അത് വിശ്വസിച്ചിട്ടില്ല, കേൾക്കൂലെന്ന്. ഉമർ ഫാറൂഖ് തങ്ങൾ വിശ്വസിച്ചില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്താവുന്ന നേരത്തെ മക്കളെയും വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വഫാത്തായാലേ എന്റെ ജനാസകൾ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിന്റെ റൗളന്റെ മുന്നിൽ വെച്ചിട്ട് അബൂബക്കറും ബിൽ ബാബി, അബൂബക്രിൻ ബിൽ ബാബി യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. മൂപ്പരെ വിശ്വാസം എന്താ? അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹ് അത് കേൾക്കും. മറുപടി പറഞ്ഞാൽ നമുക്കും കേൾക്കാം, കേൾക്കണവർക്ക് കേൾക്കാം. അതിന് ചെവിയായ ചെവി കൊണ്ട് പോകണം, കണ്ണായ കണ്ണുകൊണ്ട് പോകണം. നമ്മൾ ഈ ചെവി പോലത്തെ ഒരു യന്ത്രം, അല്ലെങ്കിൽ കണ്ണ് പോലത്തെ ഒരു സാധനം, കൽബ് പോലത്തെ ഒരു ഇതും വെച്ചിട്ട് നമ്മൾ പോവാണ്. അത് ഒരു ക്ലേ മോഡലിംഗ് ആയിട്ടാണ് നമ്മൾ പോണത്. അവര് മനുഷ്യരായിട്ട് പോയതുകൊണ്ട് അവർക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞു. സിദ്ദീഖ് തങ്ങളുടെ ജനാസ അവിടെ വെച്ചപ്പോ മുത്തുനബി അതിന് ഉള്ളെന്ന് പറഞ്ഞത് സ്വഹാബത്ത് കേട്ടില്ലേ, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എന്തിനാ ഞങ്ങൾ മടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും? അങ്ങനെയല്ലേ സിദ്ദീഖ് തങ്ങളെ അതിനുള്ളിൽ മറവ് ചെയ്തത്? മുത്തുനബിയുടെ ശബ്ദം അവർക്കറിയാം. കാരണം 2 വർഷമായിട്ടുള്ളൂ റസൂലുള്ളാഹി വഫാത്തായിട്ട്. ഇത് 500 ചില്ലാനം വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ റൗളയുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം കേട്ട ആളുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി.
ആ നേരത്ത് അഹ്മദുൽ കബീർ തങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു വജിദ്, വല്ലാത്ത തറബ്, വല്ലാത്തൊരു ഒരു നിലം വിട്ടൊരവസ്ഥ, അത് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ മഹാനവറുകൾ ഒരൊറ്റ നിപ്പം കിട്ടുന്ന റൗളന്റെ മുന്നിൽ കരഞ്ഞ് 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 മഹാനവറുകൾ ഒരുപാട് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഒരൊറ്റ പാടല. പിന്നെ അവസാന തൊറബിന്റെ വജിദിന്റെ പാരമ്യതയിൽ മാനസികമായി എത്തിയ സമയത്ത് പിന്നെ മൂപ്പര് ചെറിയ കുട്ടികൾ വാപ്പാരോട് പിടിവാശി പിടിക്കണ മാതിരി, വല്ലിപ്പേണല്ലോ അവിടെ കിടക്കണത്, ചെറിയ പേരക്കുട്ടി റൗളന്റെ മുന്നിൽ നിന്നിട്ട് പിടിച്ച വാശിയ പൊന്നാര ഹബീബ് എന്റെ വല്ലിപ്പ, ഞാൻ കുറെ കാലമായി പാപ്പാനെ സിയാറത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെങ്ങനെ? ഞാൻ അങ്ങ് ബത്തായിഹിൽ അല്ലെങ്കിൽ വാസിറ്റിൽ അല്ലെങ്കിൽ ഉമ്മ ഹബീദയിൽ ഞാൻ ഉള്ള സമയത്ത് ഞാൻ എന്റെ റൂഹിനെ എന്നും കൊണ്ട് പറഞ്ഞേക്കലുണ്ടായിരുന്നു. അന്ന് അഹ്മദുൽ കബീറിന്റെ ഉടല് അവിടെയാണ്, ജീവൻ ഇവിടെയാണ്. എന്നും ഞാൻ ഇവിടെ വന്ന് സലാം പറയാൻ പോകലുണ്ട്. എന്റെ ആത്മാവ് പറന്നു പറന്ന് പറന്ന് വന്ന് പാപ്പാന്റെ റോള ചുംബിച്ചു പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. അന്ന് ആത്മീയമായിട്ടുള്ള ഒരു വരവിൽ ആത്മീയമായിട്ടുള്ള ഒരു സമാഗമം ഉണ്ടായാൽ മതിയായിരുന്നു. ആത്മാവും തമ്മിൽ കൂടിയാൽ മതിയായിരുന്നു. ഇന്നിപ്പോ ഞാൻ വന്നത് വെറും ആത്മാവുണ്ടല്ല. വഹാദിഹി ദൗലത്തുൽ അസ്ബാഹി എന്നാണ് പുറത്തുള്ള കിതാബുകളിലൊക്കെ ഉള്ള രേഖ. നമ്മുടെ കേരളത്തിൽ സാധാരണ ചൊല്ലി വരാറുള്ളത് വഹാദിഹി നൗബത്തുൽ അസ്ബാഹി എന്നാണ്. പുറ രാജ്യങ്ങളിൽ സന്ദർശിച്ചപ്പോഴൊക്കെ അവിടുത്തെ ആലിമീങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ റിഫാഴി ത്വരീഖായിട്ട് ബന്ധമുള്ള ആലിമീങ്ങളൊക്കെ എനിക്ക് രേഖ കാണിച്ചു തന്നത് വഹാദിഹി ദൗലത്തുൽ അസ്ബാഹി. രണ്ടും കുഴപ്പമില്ല. ഏതായാലും വഹാദിഹി ദൗലത്തുൽ അസ്ബാഹി അല്ലെങ്കിൽ വഹാദിഹി നൗബത്തുൽ അസ്ബാഹി. ഇപ്പൊ വന്നത് ഞാൻ ശാരീരിക ലോകത്തിലാണ് തങ്ങളുമായിട്ട് ഞാൻ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയായിരുന്നെങ്കിൽ ശരീരമായിട്ട് ബന്ധപ്പെടണം. അതുകൊണ്ട് തങ്ങളുടെ സർഫാക്കപ്പെട്ട തിരുകര എനിക്കൊന്ന് കിട്ടണം. വല്ലിപ്പാന്റെ എന്റെ ചുണ്ടയും വെച്ചൊന്ന് മുത്തിയിട്ടേ ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നു. അവിടെ കൂടിയിരിക്കുന്ന പണ്ഡിതന്മാരെ മുഴുവൻ അന്തം വിട്ടാജമായി നിന്നു. ആ അത്ഭുതകരമായ കാഴ്ച അവരെ കണ്ണുകൊണ്ട് കണ്ടു. ആ കണ്ടതിന് ശേഷം അവരൊക്കെ ചെയ്ത പണി എന്താ അറിയോ? നേരെ അഹ്മദുൽ കബീർ തങ്ങളെ കൈ വന്നിട്ട് കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തിട്ട് മഹാനവറുകളിൽ നിന്ന് റിഫാഇയ്യ ത്വരീഖത്ത് സ്വീകരിച്ചിട്ടാണ് ആ ഹജ്ജിന് വന്നോലൊക്കെ മടങ്ങിപ്പോയത്. അതാണ് സത്യം. ഇത്ര വലിയ ദറജുള്ള മഹാനാണ് അഹ്മദുൽ കബീർ തങ്ങൾ. സുബ്ഹാനല്ലാഹ്, അത് മറ്റാർക്കും കിട്ടിയിട്ടില്ലാത്തതാണ്. പറഞ്ഞാൽ തീരാത്തത്ര വലിയ മഖാമിന്റെ ഉടമസ്ഥ. ഇതങ്ങനെ വയലു പറയേണ്ട ഒരു മജ്‌ലിസല്ല. നമ്മുടെ മജ്‌ലിസ് പൈസ നമ്മുടെ സ്നേഹിതന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചാണ് നമ്മുടെ മജ്‌ലിസിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാനും കേൾക്കാനും വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മൾ ഇന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. മശായിഖിന്റെ മദ്ഹ് ഒരുപാട് അറിയാനും പറയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഹിജ്റ 728 ഹിജ്റ 578 ആണ്ടിൽ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ശക്തമായ ഈ അതിസാരം പിടിപെട്ടു. ഇസ്ഹാൽ, വയറുവേദനയാണ് വന്നത്. പിന്നെ വയറിളകാൻ തുടങ്ങി. ഓരോ കാരണങ്ങൾ. അല്ലാഹു തആല അവർക്ക് വലിയ പദവി കൊടുക്കുകയാണ്. വയറ് സംബന്ധമായ അസുഖത്തിൽ മരണപ്പെട്ട വ്യക്തി ഷഹീദാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഷഹാദത്തിന് കൂലി കൊടുക്കാനായിരിക്കും അല്ലാഹു തആല അങ്ങനെ ഒരു പരീക്ഷണം കൊടുത്തു. അവസാനം വയറിളക്കം പിടിച്ചു. അത് നിൽക്കണില്ല. 1 മാസക്കാലം അദ്ദേഹം അസുഖബാധിതനായി കിടന്നു. 1 മാസക്കാലം. അങ്ങനെ ജമാഅത്തുൽ ഊല 12-ന്, ഈ മാസം 12-ന് ഒരു വ്യാഴാഴ്ച ദിവസം ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ മഹാനവറുകളുടെ ഷറഫാക്കപ്പെട്ട ഭൗതിക ശരീരം ഉപ്പാപ്പയായ യഹ്യ എന്നവരുടെ മക്ബറയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് മറവ്. അതാണ് ആ ഖുബ. റിഫായി ശൈഖിന്റെ മക്ബറിന്റെ ഉള്ളിൽ തന്നെ അവരുടെ കുടുംബത്തിന്റെ വല്ലിപ്പാരൊക്കെ മക്ബറുണ്ട്. അതിൽ കൊണ്ടുപോയിട്ട് മഹാനവറുകളെ മറവ് ചെയ്യപ്പെട്ടു. ഉമ്മ അബീദ എന്നാണ് പറയാ. ഇറാഖിലാണ്. ബഗ്ദാദിൽ നിന്ന് 100-300 കിലോമീറ്റർ. ഞാൻ അവിടെ പോയിട്ടില്ല. പോകാൻ കാലങ്ങളായി ആഗ്രഹിക്കുന്നു. അള്ളാഹു നമുക്ക് അതിനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് മഹാന്മാരെ മശായിഖ് നിർത്തി വിദേശ രാജ്യങ്ങളിൽ തന്നെ പോകാൻ അള്ളാഹു മഹാന്മാരെ വർക്കത്തോടെ നമുക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. ഇതും ഇതുവരെ കിട്ടിയില്ലെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ ദുആ തന്നെ. നമുക്ക് ആകെ ഒറ്റ മുറാദുള്ളൂ, നമ്മുടെ മശായിഖിന്റെ ഖദമിന്റെ ചൂട്ടിലായിക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ അതിന്റെ ബാക്കിലുള്ള മുറാദാണ്. തീറ്റയും കുടിയും തുണിയും കുപ്പായും വീടും വസ്ത്രമൊക്കെ നമ്മുടെ മുറാദുകൾ. പക്ഷെ അത് മുറാദായിട്ട് നമ്മൾ പറയേണ്ട മുറാദല്ല. കാരണം അള്ളാഹു നമ്മൾ പൊതുസമൂഹം തീരെ ചിന്തിക്കാത്തൊരു വിഷയമാണ്. അള്ളാഹു ഏറ്റെടുത്ത കാര്യം നമ്മൾ അള്ളാഹിനോട് പിന്നെ ചോദിക്കും. അള്ളാഹു ഏറ്റെടുക്കാത്ത കാര്യം നമ്മൾ മൈൻഡ് ചെയ്യില്ല. എന്റെ അവസാനത്തെ പോയിന്റാണ്. അള്ളാഹു നമുക്ക് ആർക്കും ഉറപ്പ് തരാത്തൊരു കാര്യം നമ്മുടെ ആഖിബത്തിന്റെ കാര്യം, നമ്മുടെ ഈമാൻ സലാമത്താകുന്ന കാര്യം. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ മുഅ്മിനായിട്ടാണോ മരിക്കുക, വിജയിയായിട്ടാണോ പരാജയിയായിട്ടാണോ, നമുക്ക് ആർക്കും ഉറപ്പ് വന്നിട്ടില്ല. പക്ഷെ ആ കാര്യത്തിൽ ആർക്കും വലിയ പരിശ്രമവും ഇല്ല. എന്നാലോ റിസ്കിന്റെ കാര്യം അള്ളാഹു ഉറപ്പ് വന്നതാ. ഭൂമിയിൽ
ജീവികളായിട്ട് ഏതുണ്ടോ അതിന് മുഴുവനും അതിന്റെ റിസ്കിന്റെ ഉത്തരവാദിത്വം അല്ലാഹു തആല ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. ആ പ്രയോഗം ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കി. അത് ഹസറിന്റെ പ്രയോഗം. അള്ളാഹു കൊടുക്കാതിരിക്കൂല എന്നാണ്, കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. റിസ്ക് നമ്മൾ വിചാരിച്ചത് ചിലപ്പോൾ തിന്നോളന്നില്ല, നമ്മൾ വിചാരിക്കാത്തത് ചിലപ്പോൾ തിന്നൊന്നും വരാം. നമ്മൾ വീട്ടിൽ ഭക്ഷണം ഒരുക്കി വെച്ചത് നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടുകാർ ഒരുക്കി വെച്ച ഭക്ഷണം ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ കഴിയില്ല. ആ ഉച്ച ഭക്ഷണം നമ്മൾ മറ്റൊരു സ്ഥലത്തായിരിക്കും കഴിക്കുക. കാരണം അള്ള കണക്കാക്കിയത് അവിടെയാണ്. ദാനേ ദാനേ पर खाने वालों को नाम लिखा हुआ है. ഉറുദു ഭാഷയാണ്. തിന്നുന്ന ഓരോ ധാന്യമണിയുടെ പേരിലും തിന്നുന്നവന്റെ നാമം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എനിക്ക് തിന്നേണ്ട അന്നത്തിന്റെ മേലെ എന്റെ പേര് അത് മറ്റൊരാൾ തട്ടിപ്പറിച്ചാൽ കിട്ടൂല. അയാൾ കഴിക്കേണ്ട മുട്ടയുടെ മേലെ അയാളെ പേരുണ്ടാകുക, അതിൽ എന്റെ പേര് ഉണ്ടാവില്ല. ഒരു ഉദാഹരണം, ഒരു കോഴിമുട്ട കഴിക്കുകയാണെങ്കിൽ അതിൽ അയാളെ പേരുണ്ടാവുക, അതിൽ എന്റെ പേരുണ്ടാവില്ല. അങ്ങനെ എല്ലാത്തിന്റെ പേരിലും ഓരോരുത്തരുടെ പേര് ഉണ്ടാവും, അത് മാത്രമേ അവൻ കഴിക്കുള്ളൂ. പിന്നെ നമ്മൾ വെറുതെ മെനക്കെട്ടിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ പരിശ്രമിക്കണം, വേണ്ടെന്നല്ല. പക്ഷെ ഓവറായിട്ട് പരിശ്രമിക്കുന്നത് അള്ള ഏറ്റെടുത്ത കാര്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഈമാൻ സലാമത്താകുമോ, മരിക്കുമ്പോൾ മൂമിനായി മരിക്കുമോ എന്നുള്ളത് ഒരു ഉറപ്പില്ല. അള്ള അത് ഏറ്റെടുത്തിട്ടില്ല. അള്ള പരിശ്രമിച്ചോളിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ കാര്യത്തിൽ പരിശ്രമിക്കാൻ ആളുകൾ കുറവാണ്. അതിനാണ് നമ്മൾ മഹാന്മാരെ പിന്നിൽ നിൽക്കണം എന്ന് പറയുന്നതും അവരെ പിടിക്കണം എന്ന് പറയുന്നതും. അള്ളാഹു നമ്മുടെ മശായിഖിന്റെ വർക്കത്തോണ്ട് നമ്മളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും അഹലുകാർ, മക്കൾ, ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ എല്ലാവരെയും ആക്ടിബത്ത് നന്നായി മരിക്കുക എന്നുള്ള മുറാദ് ഹാസലാമാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ഉള്ളവന്റെ ചെറിയ അനുസ്മരണ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കുറെ ആലിമീങ്ങൾ വയറു പറയണവരും സംസാരിക്കണവരൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ചെറിയൊരു മുത്താലിം എന്നുള്ളവർക്ക് എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ഞാൻ ആ ഉത്തരവാദിത്വം നിർവഹിച്ചതാണ്. ഏതായാലും എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മശായിഖിന്റെ പൊരുത്തത്തിലായി നമുക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. ഈ ചടങ്ങിന്റെ ഈ അനുസ്മരണത്തിന്റെയും ഇവിടെ നടന്ന ചടങ്ങുകളുടെ ഒക്കെ മിസ്ലു സവാബിനെ ഈ വീട്ടിൽ നിന്ന് മരണപ്പെട്ട അൽവിയാക്കാരെ ഹളറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. നമുക്ക് ഈ സിസ്റ്റം സംഭാവന ചെയ്ത നമ്മുടെ സുഹൃത്തുക്കൾ, അതേമാതിരി ഇതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, ഷാഫി റെക്കോർഡിങ്ങിന് എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മുടെ അഡ്മിൻ അബ്ദുൽ ഗഫൂർ ഉണ്ട്, അതേമാതിരി നമ്മുടെ ഔലാക്കുണ്ട്. ഇങ്ങനെ പലരും നമ്മുടെ സുഹൃത്തുക്കൾ, ശംസുക്ക, എല്ലാവരുടെ പേരും പറയാൻ പ്രയാസമുണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു യാസീൻ ഓതിയിട്ട് ശൈഖ് റിഫായി തങ്ങളുടെ പേരിലും മരിച്ചുപോയവരും പ്രത്യേകിച്ച് അൽവിയാക്കാന്റെ പേരിലും കൂടി ഹദിയ ചെയ്തിട്ട് തങ്ങൾ അവരുടെ സമാപന ദുആയോട് കൂടി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي للأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون سواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاء المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون ما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون فجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون ما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضد لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون جميع الذين محضرون وآية لهم الأرض الميتة وحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون
ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض من أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل وفاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم لقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وعلمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا نعم فهم لها مالكون وظللناها لهم ومنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل هي الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. നമ്മുടെ സ്നേഹിതൻ മജീദ് ഫൈസി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലാണ് നമ്മൾ ദുആ ചെയ്യുന്നത് കാര്യമുണ്ട്. യാസീൻ അഹ്മദ് കബീർ നമ്മളെ പേരിലും ഇവരുടെ പേരിൽ നമ്മുടെ കുടുംബത്തിനൊക്കെ മരിച്ചവർ ഇവരുടെ കുടുംബത്തിൽ മരിച്ചവർ എല്ലാവരുടെ പേരിലും ഹദിയ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സമാപനം. അതിൻ്റെ പുറമെ ഇന്ന് രണ്ടാളുകൾ ഉംറക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ട് നമ്മളെ ഗ്രൂപ്പിലൂടെ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ബാബ അവർക്കൂടെ ഉംറ യാത്ര റാഹത്താവാൻ വേണ്ടി അതേമാതിരി മൂപ്പരുടെ പേരിൽ യാസീൻ ഓതിയിട്ട് നമ്മുടെ വെയിറ്റിംഗ് ഗ്രൂപ്പിൽ നിന്ന് കുറേ ആളുകളുണ്ട്. ഫേസ്ബുക്ക് പേജിൽ നിന്ന് കുറേ ആൾക്കാർ അല്ലേ
ലൈവിൽ കുറെ ആളുകൾ ഇപ്പോൾ നമ്മുടെ ലൈവിൽ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ദുആ വസിയത്ത് ചെയ്ത ഫേസ്ബുക്കിലൂടെ അങ്ങനെ നമ്മൾ ലൈവായിട്ട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ശരിക്കും നമ്മൾ ദീനി പ്രബോധനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തിന്മകൾക്ക് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പറ്റം ആളുകൾ അതിലൂടെ നന്മ കാക്ഷിക്കുന്നുണ്ട്, നന്മ പ്രചരിപ്പിക്കാൻ തയ്യാറായ ഒരു പറ്റം പണ്ഡിതന്മാരും സേവകന്മാരും ഉണ്ട് എന്ന് ലോകത്ത് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആ നിലക്ക് മജ്‌ലിസ് ഉന്നമയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതേമാതിരി ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ആയിട്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് സേവനങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ അകമഴിഞ്ഞ അതിന് സമയങ്ങൾ ചെലവഴിച്ചത് കാണാനും ശ്രദ്ധിക്കാനും ആളുകൾ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അതിന് ഒരുപാട് സഹോദരങ്ങൾ പ്രശംസ അറിയിക്കുന്നുണ്ട്, അവരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്തുമുണ്ട്, അല്ലാതെയുണ്ട്. ഞങ്ങളെ കാര്യങ്ങൾ, ഞങ്ങളെ ക്ലാസ്സുകൾ, ഈ ഉസ്താദ്മാരൊക്കെ വലിയ ഡിൽമുള്ള ഉസ്താദുമാരും മറ്റൊക്കെയാണ്. വേറെയും പിന്നെ സുലൈമാൻ ഉസ്താദുണ്ട്. അവരൊക്കെ ആഴ്ചകളിൽ ഓരോ ദിവസങ്ങളും പ്രത്യേക ക്ലാസ്സുകൾ. ഇന്നിപ്പോ ബഷീർ ഉസ്താദിന്റെ സംശയ നിവാരണങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ശ്രദ്ധിക്കുന്നത് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കും, ഇൽമു വർദ്ധിക്കാൻ കാരണമാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരോടും ഞങ്ങൾ എല്ലാ പരിപാടികളും ശ്രദ്ധിക്കാൻ വേണ്ടി വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയുടെ സമാപന പ്രാർത്ഥന നിർവഹിക്കാൻ ബഹുമാന്യരായ സയ്യിദ് അബ്ദുൽ ഹഖ് ശിഹാബ് തങ്ങളെ സന്തോഷത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. حمدا يوافي نعمه ويكافي مزيدا. ربنا لك الحمد كما ينبغي لجلال وجهك وعلي سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر. اتاك الله. اللهم صل وسلم وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب ويحصل الثواب المستثنى ومن بيده الكريم وعلى آله وصحبه في كل لمحة ونفس بأذن كل معلوم لك. اللهم أوصل وبلغ رسالة وما قرأنا من القرآن العظيم. റഹ്മാൻ റഹീമുമായ തമ്പുരാനെ, ഞങ്ങൾ ഇവിടെ ഖുർആൻ ഓതി, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ കൂട്ടായ്മയിലൂടെ മജ്‌ലിസുന്നമായ കൂട്ടായ്മയിലൂടെ ഫത്തം തീർത്തു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ഓതി തമ്പുരാൻ, അതുപോലെ തന്നെ മുശായിഖിന്റെ പേരിൽ ദീർഘ വെരിഫൈ തങ്ങളുടെ പേരിൽ തമ്പുരാൻ മദ്ഹുകൾ ഉരുവിട്ടു. അതുപോലെ തന്നെ തഹ്ലീൽ, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ, മറ്റ് ഒരുപാട് സ്വലാത്തുകൾ, അതുപോലെ തന്നെ അന്നദാനങ്ങൾ, അതികൾ ഈ വീട്ടുകാർ ചെയ്തതും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മകളിലൂടെ ചെയ്തതും ഒരുപാട് നന്മയായ കാര്യങ്ങൾ തമ്പുരാനെ, അതിനെല്ലാം അതിന്റെ പരിപൂർണ അർത്ഥത്തിൽ അതിന് കാമിലായിക്കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ തെറ്റുകളെ എല്ലാം നീ പുറത്തു തരണം തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ പുറത്തു തരണം തമ്പുരാനെ. റഹ്മാൻ റഹീമുമായ തമ്പുരാനെ, ഇതിന്റെ മിസ്ൽ സവാബിനെ തമ്പുരാനെ, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് മറ്റ് അന്ത്യ മുസ്ലിമുകളുടെ സന്നിധിയിലേക്ക് അതുപോലെ തന്നെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മശായിഖുമാരുടെ അവരുടെ ഹദറാത്തിലേക്കും ഈ വീട്ടിൽ നിന്ന് മരിച്ചുപോയ അലിഹാക്കയുടെ ഹദറത്തിലേക്കും എത്തിക്കണമെന്ന് തമ്പുരാനെ. അവരുടെ ദറജകൾ നീ ഉയർത്തണമെന്ന് തമ്പുരാനെ. അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങൾ സ്നേഹിച്ചവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ തമ്പുരാനെ, അവരുടെ ഒക്കെ അർവാഹിലേക്ക് നീ എത്തിക്കണമെന്ന് തമ്പുരാനെ. അവരെയും ഞങ്ങളെ ജന്നാത്തുനായി ഞങ്ങൾ മുശായിഖിന്റെ കൂടെ സന്തോഷത്തോടെ കൂടാനും സന്തോഷിക്കാനും നീ വക നൽകണമേ തമ്പുരാനെ. ഈ പരിപാടി അതിനെ നിമിത്തമാക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമുമായ തമ്പുരാനെ, ഈ മജ്‌ലിസുന്നമായ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ, നല്ലതായ കാര്യങ്ങൾ, ഇതിനുവേണ്ടി ഈ മൈക്ക് സെറ്റ് സംഭാവന ചെയ്ത ഉമർദാരി ഉസ്താദ്, അദ്ദേഹത്തിന്റെ മാതാവിനായിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഇവിടുന്ന് തമ്പുരാനെ. അതുപോലെ തന്നെ അബ്ദുൽ മജീദ് ഫൈസി ജമാനിയോട് അവരും അബ്ദുൽ അസീസ് ഫൈസി അവരും ഇതിന്റെ സംഭാവന അവരുടെ വിഹിതം തന്നിട്ടുണ്ട് തമ്പുരാനെ. നീ എല്ലാം അറിയുന്നതിനാണ് തമ്പുരാനെ. ഇതിന്റെ പേരിൽ, ഈ നന്മയുടെ പേരിൽ എന്തെല്ലാം ഖിദ്മാത്തുകൾ സമയം ചെലവാക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ പല അവരുടെയൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശവും നീ അറിയുന്നവനാണ് തമ്പുരാനെ. ഞങ്ങളുടെ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണം തമ്പുരാനെ. എന്റെ മശായിഖിന്റെ ഗുരുത്വത്തിലും ആക്കി ഞങ്ങൾ നീ അടിയുറച്ച് നിർത്തണമേ തമ്പുരാനെ. നമ്മുടെ ഈമാൻ പരിപൂർണമാക്കണമേ തമ്പുരാനെ. ഈമാൻ സലാമത്താക്കി തരണമേ തമ്പുരാനെ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈമാൻ തർപ്പിക്കാനിരിക്കുന്ന മുക്തതികളുടെ ഷറിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ.
ഖബറുകൾ വിശാലമാക്കണം തമ്പുരാനെ. ഖബറുൽ അദാബിനെ തൊട്ട് ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് വിളിച്ചവരുടെയും എല്ലാ അദാബുകളെ തൊട്ട് ഞങ്ങൾ വിദൂരത്താക്കണം തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നൽകണമേ തമ്പുരാനെ. കടം കൊണ്ട് വലിഞ്ഞവരുണ്ട് തമ്പുരാനെ, അവരുടെ എല്ലാവരുടെയും കടം വീട്ടാനുള്ള സൗഭാഗ്യം നൽകണമേ തമ്പുരാനെ. കടം ബാക്കി വെച്ച് മരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ആക്കല്ല തമ്പുരാനെ. കടം കൊണ്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ വീടുകൾ ബറക്കത്ത് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ജോലികൾ ബറക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളിലും ഭാര്യ സന്താനങ്ങളിലും വീട്ടിലും മറ്റു ജോലിയിലെല്ലാം ബറക്കത്ത് നൽകണമേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, വിദേശ രാജ്യത്ത് ജോലിയിൽ പ്രയാസം അറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ജോലിയില്ലാതെ, അതുപോലെ തന്നെ 3 മാസമായ ശമ്പളം കിട്ടി, അതുപോലെ തന്നെ എന്തെല്ലാം വിൽക്കാനുള്ള പ്രശ്നങ്ങൾ പലരും അവര് വ്യക്തിപരമായും അതല്ലാതെ ഗ്രൂപ്പിലൂടെ ഒക്കെ വസിയത്ത് ചെയ്തിട്ട് തമ്പുരാനെ. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിലൂടെ ഫേസ്ബുക്കിലൂടെ ലൈവായിക്കൊണ്ട് ദുആക്ക് വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കും തമ്പുരാനെ. ഞങ്ങൾക്ക് അറിയില്ല തമ്പുരാനെ, അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ അറിയുന്നവനാണ് തമ്പുരാനെ. ഞങ്ങളുടെയും അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പരിപൂർണമാക്കി തരണമേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി, പരിപൂർണ്ണ ഈമാനോട് കൂടി ഞങ്ങളെ മരിപ്പിക്കണമേ തമ്പുരാനെ. സ്വാലികളോട് കൂടെ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഉംറക്ക് വേണ്ടി തമ്പുരാനെ ഞങ്ങളോട് ഉംറ, അതുപോലെ തന്നെ സിയാറത്തും ഉദ്ദേശിച്ച്, അതുപോലെ തന്നെ അവരുടെ എന്തെല്ലാം കാര്യങ്ങളാണ് തമ്പുരാനെ അവരുടെ ഉംറയും മഖ്ബൂലുമാക്കണമേ തമ്പുരാനെ. സിയാറത്തിനെ കാമിലാക്കണമേ തമ്പുരാനെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന സന്തോഷത്തോടെ സലാം പറയാനവരും ഞങ്ങൾക്കൊക്കെ നീ പരിപൂർണമായ തൃപ്തിയിലാക്കി തരണമേ തമ്പുരാനെ. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾക്ക് സിയാറത്തും ഉംറയും ഹജ്ജും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ തമ്പുരാനെ. അതുപോലെ തന്നെ ഉംറയും സിയാറത്തും ഹജ്ജും ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തമ്പുരാനെ. അവർക്കെല്ലാം നീ അതിന് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ആഫിയത്തോടുകൂടി നീ തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. കടങ്ങളെ കൊണ്ട് വിലക്കല്ല തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم انا نسالك العفو والعافيه المعافاه دائمه في الدين والدنيا والاخره انك على كل شيء قدير. اللهم سلمنا اهدنا قاربنا من آفات الدارين وارزقنا واياهم من سعادات الدارين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وارحمنا بأموال رحمتك يا أرحم الراحمين يا رب العالمين. صلى الله على محمد صلى الله عليه وسلم. 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 صلى الله على محمد عليه وسلم. صلى الله على محمد يا ربي صلي